Good morning, students. അങ്ങനെ S2 സെമസ്റ്ററിന്റെ ക്ലാസ്സുകൾ ഏപ്രിൽ 18-ാം തീയതി തുടങ്ങുകയാണ്. നമുക്ക് ഈ സെമസ്റ്ററിൽ പഠിക്കേണ്ട എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിന്റെ പേപ്പർ എന്ന് പറയുന്നത് ഏതാണ്? വെക്ടർ കാൽക്കുലസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ട്രാൻസ്ഫോംസ്. വെക്ടർ കാൽക്കുലസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ട്രാൻസ്ഫോംസ് എന്ന പേപ്പറാണ്. ആ പേപ്പറിന്റെ കോഡ് MAT 102 ആണ്. ഈ പേപ്പറിൽ മൊത്തം 5 മോഡ്യൂളാണ് ഉള്ളത്. ഫസ്റ്റ് മോഡ്യൂൾ 1 കാൽക്കുലസ് ഓഫ് വെക്ടർ ഫംഗ്ഷൻ, Module 2 vector integral theorem, Module 3 ordinary differential equation, Module 4 Laplace transforms, Module 5 Fourier transforms. അങ്ങനെ 5 മോഡ്യൂളാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് 2 മോഡ്യൂള് വെക്ടറുമായിട്ട് ബന്ധപ്പെട്ട മോഡ്യൂളാണ്. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വെക്ടറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്ലസ് 2 പഠിച്ചിട്ടുണ്ട്, അത് അറിഞ്ഞിരിക്കുക. അതുപോലെ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറെ ഫോർമുലാസും കുറച്ചൊക്കെ കൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ആദ്യത്തെ 2 മോഡ്യൂൾ പഠിച്ചെടുക്കാം. മൂന്നാമത്തെ മോഡ്യൂൾ ഓർഡിനറി ഡിഫറൻഷിയേഷൻ ആണ്. ഒരു ഡിഫറൻഷിയേഷൻ സോൾവ് ചെയ്തതിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന വിദ്യയാണ്. അപ്പോൾ ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ സാധിക്കും. 4ാമത്തെ മോഡ്യൂളും 5ാമത്തെ മോഡ്യൂളും ലാപ്ലേസ് ട്രാൻസ്ഫോമും ഫോറിയർ ട്രാൻസ്ഫോം ആണ്. വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഇന്റഗ്രൽ ട്രാൻസ്ഫോം ആണ്. അത് നമുക്ക് ഈ ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ട്രിഗണോമെട്രിയും ഒക്കെ ഉണ്ടെങ്കിൽ പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ 5 മോഡ്യൂളും നമ്മൾ പഠിച്ചിരിക്കണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള ആവശ്യമുള്ള എന്തൊക്കെയാണ്? ട്രിഗണോമെട്രി അറിഞ്ഞിരിക്കണം, വെക്ടർ അറിഞ്ഞിരിക്കണം, ഡിഫറൻസിയേഷൻ അറിഞ്ഞിരിക്കണം, ഇന്റഗ്രേഷൻ അറിഞ്ഞിരിക്കണം. അതിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 5 മോഡ്യൂളും വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. നമ്മൾ ഫോളോ ചെയ്യേണ്ട ടെക്സ്റ്റ് ബുക്കുകൾ, ഒരു ഫസ്റ്റ് ടെസ്റ്റ് H. ആൻഡ് I. B.1 ഡേവിസ് കാൽക്കുലസ് വലിയ 10th എഡിഷൻ 2015. ഇതാണ് ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക്. അതാണ് സെക്കൻഡ് ടെക്സ്റ്റ് ബുക്ക് എർവിൻ ക്രൈസി അഡ്വാൻസ്ഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് വലിയ 10th എഡിഷൻ 2015. ഇങ്ങനെ 2 ടെക്സ്റ്റ് ബുക്കുകളാണ് നമുക്ക് ഇതിൽ റെഫർ ചെയ്യേണ്ട 2 ടെക്സ്റ്റ് ബുക്കുകളാണ്. ഈ 5 മോഡ്യൂളിന്റെയും പ്ലേലിസ്റ്റുകൾ ഞാൻ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൽ ഓരോ മോഡ്യൂൾ 1 കാൽക്കുലസ് ഓഫ് വെക്ടർ ഫംഗ്ഷൻ എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ കാൽക്കുലസ് ഓഫ് വെക്ടർ ഫംഗ്ഷൻ എന്ന പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ അതിലുമായിട്ട് ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി ചോദിക്കാവുന്ന മാക്സിമം ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങളും വീഡിയോ ചെയ്ത് ഞാൻ ഫസ്റ്റ് മോഡ്യൂളിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ 2ാമത്തെ മോഡ്യൂള് വെക്ടർ ഇന്റഗ്രൽ തിയറം എന്നുള്ള പേരിട്ടുകൊണ്ട് ഒരു പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി ചോദിക്കാവുന്ന മാക്സിമം ചോദ്യങ്ങൾ ഞാൻ അതിൽ ആ മോഡ്യൂളിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3ാമത്തെ മോഡ്യൂൾ ഓർഡിനറി ഡിഫറൻഷിയേഷനിൽ യൂണിവേഴ്സിറ്റി ചോദിക്കാവുന്ന മാക്സിമം ചോദ്യങ്ങൾ വീഡിയോ ചെയ്ത് 3ാമത്തെ മോഡ്യൂളിൽ ഇട്ടിട്ടുണ്ട്. 4ാമത്തെ മോഡ്യൂൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ലാപ്ലേസ് ട്രാൻസ്ഫോമിലെ മാക്സിമം ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും വീഡിയോ ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. 5ാമത്തെ മോഡൽ ഫോറിയർ ട്രാൻസ്ഫോമിന്റെ മാക്സിമം വീഡിയോസ് ചെയ്ത് അതിലിട്ടിട്ടുണ്ട്. അപ്പൊ ഈ 5 പ്ലേലിസ്റ്റുകളിലും കൂടി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓരോ മോഡ്യൂളും, ഫസ്റ്റ് മോഡ്യൂൾ കാൽക്കുലസ് ഓഫ് വെക്ടർ ഫംഗ്ഷൻ ആണ്. ഈ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളത് കുറേശ്ശെ നോക്കിയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഡൗട്ടുള്ള പോർഷൻസ് നിർത്തി നിങ്ങൾ കൃത്യമായിട്ട് കാണുകയും, കണ്ടാൽ മാത്രം പോരാ, നിങ്ങളത് ബുക്കിലേക്ക് കൃത്യമായിട്ട് എഴുതിയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ വന്നു കഴിയുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ 5 പ്ലേലിസ്റ്റിലും ഈ 5 മോഡ്യൂളും നമ്മൾ കവർ ചെയ്യുകയാണ്. 5 മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മോഡ്യൂൾ, സെക്കൻഡ്, എല്ലാ മോഡ്യൂളും കൃത്യമായിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിലെല്ലാ യൂണിവേഴ്സിറ്റി പ്രോബ്ലംസും, മാക്സിമം ചോദിക്കാവുന്ന യൂണിവേഴ്സിറ്റി പ്രോബ്ലംസ് ഒക്കെ നമ്മൾ അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ നോക്കുക, എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്ന ചാനലിൽ കയറി കഴിഞ്ഞാൽ അതിലെ ഈ ഓരോ മോഡ്യൂളിന്റെയും പ്ലേലിസ്റ്റുകളുടെ പേര് ഇതായിരിക്കും. കാൽക്കുലസ് ഓഫ് വെക്ടർ ഫംഗ്ഷൻ, 2ാമത്തെ മോഡ്യൂൾ വെക്ടർ ഇന്റഗ്രൽ തിയറം, ഓർഡിനറി ഡിഫറൻഷിയേഷൻ, ലാപ്ലേസ് ട്രാൻസ്ഫോം, ഫോറിയർ ട്രാൻസ്ഫോം. ഒരുപാട് പ്ലേലിസ്റ്റുകൾ ഉള്ളതിൽ നിങ്ങൾ ഈ 5 പ്ലേലിസ്റ്റുകൾ നോക്കുമ്പോൾ നിങ്ങളുടെ 2ാമത്തെ സെമസ്റ്ററിൽ, സെക്കൻഡ് സെമസ്റ്ററിലെ വെക്ടർ കാൽക്കുലസ് ഡിഫറൻഷിയേഷൻ ട്രാൻസ്ഫോമിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്ന് കൃത്യമായിട്ട് ഐഡിയ എടുക്കാൻ കിട്ടും. മാക്സിമം നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പൊ ഏപ്രിൽ 18-ാം തീയതി നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ തുടക്കം മുതൽ നിങ്ങൾ ഭംഗിയായിട്ടൊക്കെ പഠിച്ച് പോവുകയാണെങ്കിൽ, ഈ വീഡിയോയുടെ സഹായം കൂടി നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭംഗിയായിട്ട് ക്ലാസ്സുകൾ ക്ലിയർ ആവുകയും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കും. അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ വീഡിയോ കാണുമ്പോൾ വെറുതെ കണ്ടുപോകാതെ ഓരോ പ്രോബ്ലം അതിന്റെ ആൻസറും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്ത് ചെയ്ത് പഠിക്കുക. ഓരോ മോഡ്യൂളിലെയും അത്യാവശ്യം വേണ്ട ഫോർമുലാസ് ഒക്കെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അങ്ങനെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം ക്ലിയർ ആക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഏപ്രിൽ 18-ാം തീയതിയാണ് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുക. അന്ന് എല്ലാവരും നല്ലൊരു ബുക്കും ട്രെയിനിങ്ങും ഒക്കെ ആയിട്ട് ക്ലാസ്സിലേക്ക് വരിക.
കൃത്യമായിട്ട് നമ്മൾ പറയുന്ന കാര്യം കൃത്യമായി നോക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് വെക്ടർ, ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ, ട്രിഗണോമെട്രി, ഇതിന്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രോബ്ലംസ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഓക്കെ.